പശ്ചിമേഷ്യ യുദ്ധക്കളമായതിനിടെ ഇറാനിലെ ക്രൈസ്തവർ നേരിടുന്ന കൊടിയ പീഡനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്ത്. കഴിഞ്ഞ വർഷം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇറാനിൽ 254 ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ അറസ്റ്റിലായതായി ആർട്ടിക്കിൾ 18, ഓപ്പൺ ഡോസ്, CSW, മിഡിൽ ഈസ്റ്റ് കൺസേൺ എന്നീ സംഘടനകൾ സംയുക്തമായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഭരണകൂടം ക്രൈസ്തവരെ ലക്ഷ്യം വെക്കുകയും അവരെ ബലിയാടുകളാക്കി മാറ്റുകയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബലിയാടുകൾ ഇറാനിലെ ക്രിസ്ത്യാനികൾക്കെതിരായ അവകാശ ലംഘനങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് വാർഷിക റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തെ തുടർന്ന് 5 ക്രിസ്ത്യാനികൾക്കെതിരെ ചാരവൃത്തി കുറ്റം ചുമത്തി 40 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. രാജ്യത്തെ വിയോജിപ്പുള്ള ശബ്ദങ്ങളെയോ അഭിപ്രായങ്ങളെയോ വിശ്വാസങ്ങളെയോ ക്രൂരമായി ഇല്ലാതാക്കുന്ന സർക്കാരിന് കീഴിലാണ് രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം കഴിയുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഇറാനിൽ അറസ്റ്റിലായ മിക്ക ക്രിസ്ത്യാനികൾക്കെതിരെയും ഇസ്ലാമിന്റെ വിശുദ്ധ മതത്തിന് വിരുദ്ധമായ പ്രചാരണം എന്ന പേരിലാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇവരിൽ 43 പേർ ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്നും മറ്റ് 16 പേർ വിചാരണയ്ക്ക് മുമ്പുള്ള തടങ്കലിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തടവ്, നാടുകടത്തൽ അല്ലെങ്കിൽ നിർബന്ധിത ജോലിക്ക് ശിക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം 57 ആണെന്നും കണക്കുകൾ പറയുന്നു. 92 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇറാനിൽ ഏകദേശം 8 ലക്ഷം ക്രിസ്ത്യാനികൾ മാത്രമാണുള്ളത്. രാജ്യത്തെ മനുഷ്യാവകാശത്തിന് വേണ്ടി സ്വരമുയർത്തുന്ന ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്നവരെ കൃത്യമായ ലക്ഷ്യം വെച്ചാണ് ഭരണകൂടം വേട്ടയാടൽ തുടരുന്നത്. അതേസമയം ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള പീഡനം ശക്തമാകുമ്പോഴും രഹസ്യമായി അനേകം ഇസ്ലാം മതസ്ഥർ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതായുള്ള വിവിധ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗേന ന്യൂസ്.